Good morning. Exam oriented questions നമുക്ക് ചെയ്യാം. Okay. A square pyramid is made by cutting out a paper as in the figure. Figure തന്നിട്ടുണ്ട്. Side of the square is 40 cm. Height of the triangle is 25 cm. കണ്ടുപിടിക്കാം മൂന്നെണ്ണം ഉണ്ട്. What is the side height of the square pyramid? Find the height of the pyramid. Calculate the volume of the pyramid. Okay. ഒരു സ്ക്വയർ പിരമിഡ് ആണ്. അതിന്റെ ബേസ് തന്നിട്ടുണ്ട് 20. പിന്നെ ഇങ്ങനെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് 25 എന്ന്. ഞാനിപ്പോൾ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ്? അവർ ഇത് ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്, കൺഫ്യൂസ് ആക്കാനാണ്. നിങ്ങൾക്കറിയാം ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. പിന്നെ അവർ വേറെ വല്ല ഹൈറ്റ് ആണോ അത് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അന്നേരം തന്നെ ഫസ്റ്റിൻ്റെ ആൻസർ എടുത്തെഴുതി. ഒന്നാമത്തെ എത്രയാണ്? സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയെന്ന് എടുത്തെഴുതി? 25 സെന്റിമീറ്റർ. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, പിരമിഡ് ഇങ്ങനെ വരുവാണെങ്കിൽ പിരമിഡ് ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചത്. ഈ ഹൈറ്റ് ആണ്, അതാണ് സ്ലാൻഡ് ഹൈറ്റ് പ്രത്യേകം ചോദിച്ചായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഹൈറ്റ് ആയിരിക്കും. ഇത് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കുണ്ട് കേട്ടോ. എച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാം? എച്ച് ഇസ് ഈക്വൽ ടു √(L² - A/2) ദ ഹോൾ സ്ക്വയർഡ്. ഇവിടെ എല്ലില്ലേ, എൽ എത്രയാണ്? സ്ലാൻഡ് ഹൈറ്റ് 25² മൈനസ് എത്രയാണ്? എ എത്രയാ? 40/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25² മൈനസ് 20². 40യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓക്കെ 625. 25ന്റെ സ്ക്വയർ ആണ് ഇത്. 400 ഈസ് ഈക്വൽ ടു 225. 225ന്റെ റൂട്ട് എത്രയാണ്? 15 സെന്റിമീറ്റർ. ഇതൊക്കെ നിങ്ങൾ കാണാൻ അറിയാവുന്ന റൂട്ടുകളാണ്, ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 15 സെന്റിമീറ്റർ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇനി നിങ്ങൾ അങ്ങ് മറന്നുപോയി, എച്ചിന്റെ ഫോർമുല എന്നാണ് മറന്നുപോയി. ഉടനെ തന്നെ നിങ്ങൾ വരച്ചു നോക്കുക. ഏതാണ് നമ്മുടെ പൈതഗോറസ്? ഓക്കെ, ഇതാണ് എല്, ഇതെന്നതാണ്? A/2 അല്ലേ? ഇതാണ് നിങ്ങളുടെ A/2. ഇത് സോറി, ഇത് എ, ഇത് എച്ച്, ഇത് A/2. ഇത് A/2 ആണ്. പകുതി കാൽഭാഗമാണ്. നമ്മുടെ പിരമിഡിനകത്ത് ഒരു ട്രയാങ്കിൾ കിട്ടുന്ന ഭാഗമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു എന്നാണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിനകത്തുനിന്ന് ബേസിന്റെ സ്ക്വയർ കുറയ്ക്കുന്നു, L² കണ്ടോ. ഇങ്ങനെയാണ് ഫോർമുല കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ഇത് കാണാൻ പഠിച്ചു വെക്കുക. മറന്നു പോയെങ്കിൽ ഉടനെ നമ്മൾ പടം വരയ്ക്കുന്നു, പൈതഗോറസ് അപ്ലൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് തേർഡ് പോർഷൻ ചെയ്യാം. തേർഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ പിരമിഡ്? നിങ്ങൾക്ക് വോളിയം അറിയാം. വോളിയം ഇസ് ഈക്വൽ ടു ഫോർമുല എന്നാണ്? 1/3 A²H. 1/3 ഇൻറ്റു നമ്മുടെ ബേസ് എത്ര? എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40യുടെ സ്ക്വയർ. എച്ച് ഇപ്പൊ കിട്ടി. അത് നമുക്ക് ഹൈറ്റ് എത്രയായിരുന്നു കിട്ടിയത്? എച്ച് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു 15. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 40യുടെ സ്ക്വയർ എത്രയാണ്? ഇൻറ്റു 15. ഇതൊന്നും കിട്ടിപ്പോ 5 is equal to 0, 0, 8,000 volume. What is the volume? Centimeter cube. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫോർമുല ഓർത്തിരിക്കുക. B is equal to 1/3 A². ബാക്കിയെല്ലാം സിമ്പിളാണ്. ചെയ്ത് നോക്കുക. ഞാൻ പറയുന്ന പോലെ 2 പ്രാവശ്യം കാണുക. വീഡിയോ ആദ്യം 2 പ്രാവശ്യം ഒന്ന് കാണുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് തന്നെ ചെയ്യുക. തെറ്റുമായിരിക്കും, തെറ്റിക്കോട്ടെ. ബാക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് തിരുത്തി പോകാമല്ലോ. അപ്പോഴെന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. എക്സാമിന് കഴിഞ്ഞ് ഓർക്കാം, അന്ന് എനിക്കിങ്ങനെ തെറ്റിയതാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, താങ്ക് യു.